ഈ സമയത്ത് തന്നെ നമുക്ക് മദീനയിലേക്ക് പോകണം. ആ മദീനയിലേക്ക് പോവേണ്ടത് നമ്മുടെ ഹൃദയം കൊണ്ടാ. അതാണ് ഒരു കവി പാടിയതുപോലെ, ശ്രീശങ്കരാചാര്യരുടെ ധർമ്മോപദേശവും ശ്രീഹരിചന്ദ്രന്റെ നിസ്വാർത്ഥ ശീലവും കൃഷ്ണനാം ഭഗവാന്റെ നിസ്തൂല ഭാവവും ബുദ്ധനാം ദേവന്റെ ഹിംസയാം യജ്ഞവും ഗാന്ധിതൻ സാഹ സമ്പർക്കശീലവും ക്രിസ്തുവിൻ ത്യാഗ പരിത്യാഗശീലവും ഗുരുനാനാക്കിൻ ചിന്താ സൗരഭ്യവും മോശതൻ സ്ഥായിയാം വിജ്ഞാന സ്ഥൈര്യവും നോഹതൻ യുക്തി പ്രബോധന ശൈലിയും എല്ലാം ഒരുമിച്ചൊരു പൂർണ്ണ പൗർണമി അല്ലയോ അൽ അമീൻ ആമിന കൺമണി. ലോകത്തിൻ നായകരായുള്ള നബി തങ്ങളെ തിങ്കളും വന്നല്ലോ. തങ്കത്തിൻ ചേലുള്ള നൂറിൻ്റെ നല്ല തികവൊത്ത തിങ്കളും വന്നല്ലോ. ലോകത്തിൻ നായകരായുള്ള നബി തങ്ങളെ തിങ്കളും വന്നല്ലോ. തങ്കത്തിൻ ചേലുള്ള നൂറിൻ്റെ നല്ല തികവൊത്ത തിങ്കളും വന്നല്ലോ. സാവാത്തടകം വരണ്ടല്ലോ, അന്ന് പേർഷ്യാത്തി കുണ്ടാരം പോയല്ലോ. ബിംബങ്ങൾ വീണ് മറിഞ്ഞല്ലോ, അന്ന് അത്ഭുതമുലകിൽ തെളിഞ്ഞല്ലോ. ഒരുപാട് ചരിത്ര സ്ഥലങ്ങളും ഒരുപാട് ചരിത്ര സംഭവങ്ങളും ഒരുപാട് ചരിത്ര സ്ഥാപനങ്ങളും ഒരുപാട് മസ്ജിദുകളും കൊണ്ട് തിങ്ങി നിറഞ്ഞ ഒരു വലിയ പട്ടണമാണ് മദീന. ഇഷ്ടം മദീന എന്നിഷ്കും മദീന, ഖൽബിൽ മദീന ഒന്ന് കാണാൻ മദീന. ഇഷ്ടം മദീന എന്നിഷ്കും മദീന, ഖൽബിൽ മദീന ഒന്ന് കാണാൻ മദീന. ആദർശമാണ് മദീന, അത്ഭുതമാണ് മദീന, ആശ്വാസമാണ് മദീന, ആനന്ദമാണ് മദീന, അനുരാഗമാണ് മദീന, അനുഗ്രഹമാണ് മദീന, ആവേശമാണ് മദീന, ആമോദമാണ് മദീന, അസുലഭ മുഹൂർത്തമാണേ മദീന. ആ മദീന മസ്ജിദിന്റെ അകത്തളത്തിലുള്ള ആ മദീന മസ്ജിദിന്റെ ചാരത്ത് ചേർന്ന് കിടക്കുന്ന അള്ളാന്റെ റസൂലിന്റെ റൗളയുണ്ടല്ലോ, ആ റൗള ഷരീഫിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു പരിശുദ്ധമായ ഖുർആൻ വാക്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സൂറത്തുൽ ഹുജറാത്തിന്റെ 2-ാമത്തെ ആയത്താണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. എന്താണ് ആ ആയത്തിൽ പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി. അല്ലയോ മുഅ്മിനീങ്ങളെ, മദീനയിലേക്ക് വരുന്ന ആളുകളെ, മസ്ജിദുൻ നബവിയിൽ കടക്കുന്ന ആളുകളെ, എന്നെ സിയാറത്ത് ചെയ്യാൻ വരുന്ന ആളുകളെ, അള്ളാന്റെ റസൂലിന് സലാം പറയാൻ വരുന്ന ആളുകളെ, എല്ലാവരെയും ഉദ്ദേശിച്ചിട്ടാണ് അല്ലാഹു തആല ആ ആയത്ത് ഇറക്കുന്നത്. നിങ്ങളുണ്ടല്ലോ അള്ളാന്റെ റസൂലിന്റെ മദീനയിലേക്ക് കടന്നു വന്നാൽ, അള്ളാന്റെ ഹബീബ് ഉറങ്ങുന്ന ആ റൗള ഷരീഫിന്റെ ചാരത്തേക്ക് വന്നാൽ നിങ്ങൾ അമിതമായി ശബ്ദമിടരുതേ, നിങ്ങൾ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കരുതേ, നിശബ്ദമാവണേ, ശാന്തരാവണേ. നിശബ്ദമായ പട്ടണമാണ് മദീന, ശാന്തമായ പട്ടണമാണ് മദീന, ശാന്തനാവേണ്ട പട്ടണമാണ് മദീന. ഒരിക്കൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ 2 മനുഷ്യന്മാർ വരികയാ. 2 മനുഷ്യന്മാർ കടന്നു വന്നിട്ട് റൗള ഷരീഫിന്റെ ചാരത്ത് നിന്നും വലിയ ഒച്ചപ്പാടും ബഹളവും വലിയ ചിരിയും കളിയും തമാശയും ഇങ്ങനെ വലിയ ശബ്ദത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കടന്നു വന്നിട്ട് ചോദിക്കുകയാണ്, മൻ അന്തുമാ മിൻ ഐന അന്തുമാ, ആരടാ നീ, ആരടാ നിങ്ങൾ, നിങ്ങൾ എവിടെയാണ് വന്നതെന്നറിയോ, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, ആരാണ് നിങ്ങൾ, ഇവിടെ എന്തിനാണ് ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുന്നത്? ആ കിടക്കുന്നത് ആരെന്നറിയോ? ലോകത്തിന്റെ നേതാവ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ കർണ ബദലി
रसूलों की होती रही चांद बदली का निकला हमारा നബി. എൻ്റെ റസൂൽ ഉറങ്ങുന്ന മദീനയാണിത്, എൻ്റെ ഹബീബ് ഉറങ്ങുന്ന റൗളയാണിത്. ഇവിടെ വന്ന് എന്തിനാണ് നീ ശബ്ദമുണ്ടാക്കുന്നതെന്ന് ആ രണ്ട് ആളുകളോട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്ന സമയത്ത് ആ രണ്ട് ചെറുപ്പക്കാര് പേടിച്ചുപോയി, ആ രണ്ട് ചെറുപ്പക്കാര് ഭയന്നുപോയി. അവര് പറയുകയാണ്, ഉമർ തങ്ങളെ, ഞങ്ങൾ മദീനക്കാരല്ല, ഞങ്ങൾ മക്കക്കാരല്ല, ഞങ്ങൾ ത്വായിഫിൽ നിന്നും വരുന്നവരാണ്, ഞങ്ങൾ ത്വായിഫിൽ നിന്നും വരുന്നവരാണ്, വെറുതെ മദീനയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നവരാണ്. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, നിങ്ങളെങ്ങാനും മദീനക്കാരോ മക്കക്കാരോ ആയിരുന്നെങ്കിൽ എൻ്റെ ചാട്ടമാറ് കൊണ്ട് നിങ്ങളെ ഞാൻ അടിക്കുമായിരുന്നു. കാരണം ഈ മദീനയിലേക്ക് പ്രവേശിക്കുന്ന ഓരോ മനുഷ്യനും നിശബ്ദനാവണം. കാരണം ഇവിടെ കിടന്നുറങ്ങുന്നത് ലോകത്തിൻ്റെ നേതാവ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പൂമണി പൂമതി ത്വാഹ റസൂലിൻ കീർത്തി ഞാൻ പാടാം, പുകളുകളേറെ പൂത്തൊരു നാടിൻ കീർത്തി ഞാൻ പാടാം. പൂമണി പൂമതി ത്വാഹ റസൂലിൻ കീർത്തി ഞാൻ പാടാം, പുകളുകളേറെ പൂത്തൊരു നാടിൻ കീർത്തി ഞാൻ പാടാം. പുഞ്ചിരി പൊഴിക്കുന്നു മാനത്ത് അന്നമ്പിളി, അജബുകൾ നിറഞ്ഞാടി ഉലകിലെന്ന ദിനം. പുഞ്ചിരി പൊഴിക്കുന്നു മാനത്ത് അന്നമ്പിളി, അജബുകൾ നിറഞ്ഞാടി ഉലകിലെന്ന ദിനം. ലംഘിടുമാദിനമിൽ സുഹൃതങ്ങൾ നിറഞ്ഞതുമാദിനമിൽ. ഒരിക്കൽ ആകാശവും ഭൂമിയും തമ്മിൽ ഭയങ്കരമായ ഒരു തർക്കമുണ്ടാവുകയാണ്. മഹാനായ ഇമാം ഖുർത്തുബി തങ്ങൾ അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തുന്ന ഒരു ചരിത്രമാണ്. എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് എന്തെന്നറിയോ? ഒരിക്കൽ ആകാശവും ഭൂമിയും തമ്മിൽ ഭയങ്കരമായ സംവാദം നടക്കുകയാണ്. ആകാശം ഭൂമിയോട് പറയുകയാണ്, ഓ ഭൂമിയേ, ഞാനാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ മഹത്വമുള്ളവൻ. അള്ളാന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ മഹത്വമുള്ളത് എനിക്കാണ്. കാരണം എന്തെന്നറിയോ? എൻ്റെ മുകളിലാണ് അള്ളാഹുവിൻ്റെ സിംഹാസനമാകുന്ന അർശുള്ളത്, കുർസുള്ളത്, ലൗഹുള്ളത്, കലമുള്ളത്. അതുകൊണ്ട് ഭൂമിയെ, നിന്നേക്കാൾ ശ്രേഷ്ഠതയുള്ളത് എനിക്കാണെന്ന് ആകാശം ഭൂമിയുടെ മേൽ അതാ അഹങ്കാരത്തിൻ്റെ വർത്തമാനം പറയുകയാ. ആ സമയത്ത് ഭൂമി പറയുകയാണ്, ആകാശമേ, നിന്നേക്കാൾ കൂടുതൽ മഹത്വമുള്ളത് എനിക്കാണ്. കാരണം എന്തെന്നറിയോ? ഒരുപാട് പ്രവാചകന്മാര് കടന്നു വന്നത് എൻ്റെ മുകളിലാണ്. ഒരുപാട് ഔലിയാക്കന്മാര് കടന്നു വന്നത് എൻ്റെ മുകളിലാണ്. ഒരുപാട് മസ്ജിദുകൾ ഉള്ളത് എൻ്റെ മുകളിലാണ്. അതുകൊണ്ട് നിന്നേക്കാൾ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ളത് എനിക്കാണെന്ന് അതാ ഭൂമി ആകാശത്തിനോട് പറയുകയാ. ആ സമയത്ത് ആകാശം വീണ്ടും അതാ പറയുന്നു, ഭൂമിയേ, എന്നാ കേട്ടോ, എൻ്റെ ഉള്ളിലാണ്, എൻ്റെ മുകളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കോടാനു വരുന്ന മുഅ്മിനീങ്ങളെ താമസിപ്പിക്കുന്നതിന് വേണ്ടി സ്വർഗം പണിത് വെച്ചിട്ടുള്ളത് എൻ്റെ മുകളിലാണ്. നരകമുള്ളത് എൻ്റെ മുകളിലാണ്. മലക്കുകളൊക്കെ താമസിക്കുന്നത് എൻ്റെ മുകളിലാണ്. ഭൂമിയേ, അതുകൊണ്ട് നിന്നേക്കാൾ കൂടുതൽ ശ്രേഷ്ഠതയുള്ളത് എനിക്കാണെന്ന് ആകാശം വീണ്ടും അതാ അഹങ്കാരം പറയുമ്പോ ഭൂമി പറയുന്ന ഒരു വാക്കുണ്ട് മുഅ്മിനേ. ഭൂമി പറയുകയാണ്, അതാ നെടുവീർപ്പിട്ടിട്ട് ഭൂമി പറയുകയാണ്, ഇൻദലി മുഹമ്മദ് മുസ്തഫ, ഇൻദലി മുഹമ്മദ് മുസ്തഫ, മേരി ബത്ൻ में
താജ്ദാറേ മദീന. ഓ ആകാശമേ, നിന്നെ സൃഷ്ടിക്കാനും എന്നെ സൃഷ്ടിക്കാനും കാരണക്കാരനാകുന്ന നീ പറഞ്ഞിട്ടുള്ള സ്വർഗത്തെയും നരകത്തെയും മലക്കുകളെയും അതുപോലെ തന്നെ കോടാനു വരുന്ന മനുഷ്യരെയും ജിന്നുകളെയും മറ്റ് എല്ലാ ജീവജാലങ്ങളെയും അല്ലാഹു തആല സൃഷ്ടിക്കാൻ കാരണമുണ്ട്. ആ കാരണം എന്തെന്നറിയോ? അത് ലോകത്തിന്റെ നേതാവാകുന്ന മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. ആ റസൂല് കിടന്നുറങ്ങുന്നത്, ആ റസൂല് കിടന്നുറങ്ങുന്ന മദീനയുള്ളത് എൻ്റെ മുകളിലാണ്, എൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ട് ആകാശമേ, നിന്നേക്കാൾ കൂടുതൽ ശ്രേഷ്ഠത ഉള്ളത് എനിക്കാണെന്ന് ഭൂമി അതാ ആകാശത്തിനോട് പറഞ്ഞപ്പോൾ ആകാശം നാണിച്ച് തല താഴ്ത്തിയെന്ന് മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തരുകയാ. ഇന്നിൽ തിയാ റീഹസ്സബാ യൗമൻ ഇലാ അർളിൽ ഹറം ബല്ലിഗ് സലാമി റൗളതൻ ഫീഹൻ നബിയിൽ മുഹ്തറം. അദമ്യമായ അനുരാഗത്തിന്റെ അലമാലയൊഴിയാത്ത ആഴക്കടലുകൾ അകതാരിലാവാഹിച്ച് പകലിരവുകളുടെ അതിരടയാളങ്ങളെ അവഗണിച്ച് പ്രേമവാചനത്തിന്റെ പ്രകീർത്തനങ്ങൾ പ്രഘോഷണം ചെയ്ത് പ്രപഞ്ചം പ്രഫുല്യമാക്കിയ സത്യസമ്പൂർണ്ണ സരണിയുടെ സത്യസാക്ഷ്യം സമൂഹ സമക്ഷം സമർപ്പിക്കാൻ സജീവ സാന്നിധ്യം വഹിച്ച സാരഥി, സമത്വ സുന്ദര സാഹോദര്യത്തെ സന്ദേഹമില്ലാതെ സമൂഹത്തിലേക്ക് സന്നിവേശിപ്പിച്ച സന്ദേശവാഹകർ, ലോകത്തിന്റെ നേതാവ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഏത് കാര്യം എടുത്തു നോക്കിയാലും എല്ലാം വലിയ മഹത്വമുള്ളതാണ്, എല്ലാം വലിയ മഹത്വമുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ജനനത്തിന് മഹത്വമുണ്ട്, അവിടുത്തെ ജീവിതത്തിന് മഹത്വമുണ്ട്, അവിടെ നിന്ന് ജനിച്ച സ്ഥലത്തിന് മഹത്വമുണ്ട്, അവിടെ ജനിച്ച മാസത്തിന് മഹത്വമുണ്ട്, അവിടെ ജനിച്ച സമയത്തിന് മഹത്വമുണ്ട്, അവിടുത്തെ സ്വഭാവത്തിന് മഹത്വമുണ്ട്, അവിടുത്തെ പേരിന് മഹത്വമുണ്ട്, അവിടുത്തെ ബാല്യത്തിന് മഹത്വമുണ്ട്, അവിടുത്തെ യുവത്വത്തിന് മഹത്വമുണ്ട്, അവിടുത്തെ ശരീരത്തിന് മഹത്വമുണ്ട്, അവിടുത്തെ വഫാത്തിനും മഹത്വമുണ്ട്. ലോകത്തിൻ നായകരായുള്ള നബി തങ്ങളെ തിങ്കളും വന്നല്ലോ, തങ്കത്തിൻ ചേലുള്ള നൂറിൻ്റെ നല്ല തികവൊത്ത തിങ്കളും വന്നല്ലോ. ലോകത്തിൻ നായകരായുള്ള നബി തങ്ങളെ തിങ്കളും വന്നല്ലോ, തങ്കത്തിൻ ചേലുള്ള നൂറിൻ്റെ നല്ല തികവൊത്ത തിങ്കളും വന്നല്ലോ. സാവാത്തടകം വരണ്ടല്ലോ, അന്ന് പേർഷ്യാത്തി കുണ്ടാരം പോയല്ലോ, ബിംബങ്ങൾ വീണ് മറിഞ്ഞല്ലോ, അന്ന് അത്ഭുതമുലകിൽ തെളിഞ്ഞല്ലോ. ഒരിക്കൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിൽ ഇരിക്കുകയാ. മദീന പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് അതാ പുന്നാര റസൂല് ഇങ്ങനെ തേങ്ങുന്നുണ്ട്, കരയുന്നുണ്ട്. ഒരു സ്വഹാബി വന്നിട്ട് ചോദിക്കുകയാണ്, നബിയേ, എന്തിനാണ് താങ്കൾ കരയുന്നത്? എന്തിനാണ് ഒരു വിഷമം? ആ സമയത്ത് അല്ലാഹുവിൻ്റെ ഹബീബ് പറയുകയാണ്, ഞാൻ എൻ്റെ വല്ലുപ്പയാകുന്ന അബ്ദുൽ മുത്തലിബിനെ ഓർത്താണ് ഞാൻ കരയുന്നത്, അബ്ദുൽ മുത്തലിബിനെ ഓർത്താണ് ഞാൻ കരയുന്നത്. എന്താണ് നബിയെ ഇപ്പോൾ ഓർക്കാനുള്ള കാരണം എന്താ? ആ അബ്ദുൽ മുത്തലിബാണ് എൻ്റെ വല്ലുപ്പയാണ് എനിക്ക് മുഹമ്മദ് എന്ന പേര് വെച്ചത്, എനിക്ക് മുഹമ്മദ് എന്ന പേര് വെച്ചത് എൻ്റെ വല്ലുപ്പയാണ്. നമ്മളെല്ലാവരും മങ്കൂസ് മൗലിദ് ഓതാറുള്ളവരാണല്ലോ. ആ മങ്കൂസ് മൗലിദിൽ കാണാം, അതാ അള്ളാന്റെ റസൂൽ ജനിച്ച സമയത്ത്, അതാ മക്കയിലേക്ക് നബിതങ്ങൾ ജനിച്ച സമയത്ത് മക്കയിലേക്ക് ആമിന ബീവിയുടെ വീട്ടിലേക്ക് മക്കക്കാരെല്ലാം ഓടി വരികയാണ്, മക്കക്കാരെല്ലാം ഓടി വരികയാ. മക്കയിലുള്ള ആളുകളൊക്കെ ഓടി വന്നിട്ട് അബ്ദുൽ മുത്തലിബിനോട് ചോദിക്കുകയാണ്, അബ്ദുൽ മുത്തലിബേ, നിന്റെ മകളാകുന്ന നിന്റെ മരുമകളാകുന്ന ആമിനെ പ്രസവിച്ചല്ലോ, ആമിനയുടെ മകന് നിന്റെ പേരക്കുട്ടിക്ക് നീ എന്താണ് പേര് വെച്ചിട്ടുള്ളത്? എന്താണ് പേര് വെച്ചിട്ടുള്ളത്? ആ സമയത്ത് അബ്ദുൽ മുത്തലിബ് പറയുകയാണ്, സമ്മൈതുഹു മുഹമ്മദാ, എൻ്റെ പേരക്കുട്ടിക്ക്, എൻ്റെ കൊച്ചുമോന് ഞാൻ വെച്ചിട്ടുള്ള പേര് മുഹമ്മദ് എന്നാണ്. ആ സമയത്ത് വന്ന ആളുകൾ ചോദിക്കുകയാണ്, ലിമ റഗിത അൻ അസ്മാഇ ആബായിക,
എന്തുകൊണ്ടാണ് അബ്ദുൽ മുത്തലിബേ മുഹമ്മദ് എന്ന ഒരു പുതിയ പേര് വെക്കാനുള്ള കാരണം? നമ്മുടെ പ്രപിതാക്കന്മാരാരും ഇതുപോലെ ഒരു പേര് വെച്ചിട്ടില്ലല്ലോ, നമുക്കൊന്നും ഇതുപോലെ ഒരു പേരില്ലല്ലോ. പിന്നെ എന്താണ് പുതിയ ഒരു പേര് വെക്കാനുള്ള കാരണം? ആ സമയത്ത് അബ്ദുൽ മുത്തലിബ് പറയുകയാണ്, എന്തിനെന്നറിയോ, എൻ്റെ കൊച്ചുമോന് ഞാൻ മുഹമ്മദ് എന്ന് പേരിടാനുള്ള കാരണം എൻ്റെ കാലശേഷം എൻ്റെ കൊച്ചുമോൻ, എൻ്റെ പേരക്കുട്ടിയുണ്ടല്ലോ, ഈ ലോകം മുഴുവനും അറിയപ്പെട്ട ആളാവണം, ലോകം മുഴുവനും വാഴ്ത്തുന്ന, പുകഴ്ത്തുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ആളായി മാറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് മുഹമ്മദ് ഒരുപാട് പറയപ്പെടുന്നവർ, ഒരുപാട് സ്തുതിക്കപ്പെടുന്നവർ എന്നർത്ഥമുള്ള ഈ പേര് തന്നെ എൻ്റെ കൊച്ചുമോന് വെക്കാനുള്ള കാരണമെന്ന് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാ, ഇന്ന് നമ്മുടെ മക്കള് ഗർഭിണിയായാൽ ഉമ്മമാർക്കും ഉപ്പമാർക്കും പിന്നെ ടെൻഷനാ, ഏത് പേര് വെക്കും? ഒരാഴ്ചയിൽ 2 or 3 ആണോ പെണ്ണോ വിളിക്കും, ഉസ്താദേ എൻ്റെ മകൾ ഗർഭിണിയാണ്, ഇപ്പോഴേ പേര് നോക്കി വെക്കാനാ, ഒരു ആൺകുട്ടിയുടെ പേര് ഒരു പെൺകുട്ടിയുടെ പേര് ഒന്ന് പറഞ്ഞു തരണേ. പിന്നെ നമുക്കിത് ഞാൻ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ആളുകൾക്ക് ആമിനാന്നോ ഫാത്തിമാന്നോ ഉമ്മു കുൽസൂന്നോ ഒന്നും പറ്റൂലല്ലോ. ആണുങ്ങളായാൽ നമ്മുടെ പണ്ടുള്ള ആളുകൾ അല്ലേ, മുഹമ്മദ് എന്ന പേര് പറ്റൂല, അഹമ്മദ് എന്ന പേര് പറ്റൂല, അല്ലെങ്കിൽ അബൂബക്കറോ ഉമറോ അതൊന്നും പറ്റൂല. അതൊക്കെ ഔട്ട് ഓഫ് ഫാഷനായ പേരാണ്. ഇന്ന് കിടുക്കാച്ചി പേര് വേണം, കിടുക്കാച്ചി വെറൈറ്റി പേര് വേണം. നമുക്കറിയാവുന്ന വെറൈറ്റി ഒക്കെ പറഞ്ഞു കൊടുത്താൽ ഇതൊരു ഗുമ്മില്ല ഉസ്താദെ. അതായത് ഒരു കുട്ടിയെ സ്കൂളിൽ ചേർത്താൽ എൻ്റെ മോൻ്റെ പേര് വേറെ ആർക്കും ഉണ്ടാകാൻ പാടില്ല, അത്തരത്തിൽ വെറൈറ്റി പേര് വേണമെന്നാണ്. നമ്മൾ ഈ വെറൈറ്റി എവിടെ പോയി ഉണ്ടാക്കും? ഇങ്ങനെ ഒരുപാട് ആളുകളാണ് വിളിക്കുന്നത് വെറൈറ്റി പേര് പേർക്ക് വേണ്ടി. പിന്നെ ഇപ്പോൾ വെറൈറ്റി പേരുകൾ ആളുകൾ യൂട്യൂബിൽ തപ്പുകയാണ്. യൂട്യൂബിൽ തപ്പി വെറൈറ്റി പേരുകൾ ഇങ്ങോട്ട് പറയും. എന്നിട്ട് ചോദിക്കും, ഉസ്താദ് ഇതിൻ്റെ അർത്ഥം എന്താ, അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ നോക്കുമ്പോൾ അറബി ഡിക്ഷണറിയിൽ അങ്ങനെ ഒരു പേരേ ഇല്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതൊരു സുഖമില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് പേരിൻ്റെ അർത്ഥം അറിയില്ല എന്ന് പറഞ്ഞാൽ, ഓ ഇത് ഉസ്താദിനൊന്നും അറിയില്ല, ഉസ്താദ് ഒന്നും പഠിച്ചിട്ടില്ല, പിന്നെ ഉസ്താദിൻ്റെ മേലായി കുഴപ്പം. ഇങ്ങനെ പേരിന് വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് അല്ലേ, ഇങ്ങനെ പേരിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ്. നല്ല പേര് വെക്കണം. പേര് നമുക്കൊരു ബേജാറുണ്ടാകും. കാരണം നമ്മളൊരു പേര് പറയുമ്പോൾ അത് ഇഷ്ടപ്പെടാത്ത മറ്റാളുകളുണ്ടാവാം. അവർ പറയുന്ന പേര് ചിലപ്പോൾ നമുക്കിഷ്ടപ്പെട്ടില്ല എന്ന് വരാം. നല്ല പേര് നമ്മുടെ മക്കൾക്ക് വെക്കണം, നമ്മുടെ പേരക്കുട്ടികൾക്ക് വെക്കണം, നല്ല പേര് വെക്കണം. ആൺകുട്ടിയാണ് എങ്കിൽ മുഹമ്മദ് എന്ന പേര് കൂടി നമ്മുടെ മക്കളിൽ ചേർത്ത് വെക്കണമെന്നാണ്. വെറൈറ്റി പേരിടാം. വെറൈറ്റി പേരിടുന്നതോടൊപ്പം തന്നെ മുഹമ്മദ് എന്ന പേര് കൂടി ഉണ്ട് എങ്കിൽ ആ കുട്ടി വലിയ ഭാഗ്യവാനായി മാറുമെന്നാണ്. ചിലപ്പോൾ ദുനിയാവിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായാലും ആഖിറത്തിൽ ചെല്ലുമ്പോൾ വലിയ ഭാഗ്യവാനാകും. പെൺകുട്ടിയാണ് എങ്കിൽ നമ്മളിൽ നിന്നും മൺമറഞ്ഞു പോയ മുൻഗാമികളായ എത്രയോ നല്ല മഹതിമാരുടെ പേരുകളൊക്കെ ഉണ്ട്. ഇല്ലെങ്കിൽ വലിയ മഹതിമാരുടെ പേരൊന്നും വേണ്ട, നല്ല അർത്ഥമുള്ള പേരിടണം. ബാസൂറയുടെ സംഭവം അറിയോ? എന്താരും ഇണ്ടാത്ത ബാസൂറയുടെ സംഭവം പറഞ്ഞു തരാം. ഒരു ഉസ്താദിൻ്റെ അടുക്കൽ വന്നു, ഉസ്താദേ എൻ്റെ ഭാര്യ പ്രസവിച്ചു, പെൺകുട്ടിയാണ്, എൻ്റെ പേര് ബാസിത്ത്, എൻ്റെ ഭാര്യയുടെ പേര് സൂറ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു വെറൈറ്റി പേരാക്കാമെന്ന് വെച്ചു. ബാസിത്ത് എൻ്റെ പേര് ആദ്യത്തെ അക്ഷരം ബാ, സൂറ എൻ്റെ ഭാര്യയുടെ പേരാണ്, 2 അക്ഷരമേ ഉള്ളൂ, അപ്പോൾ സൂറ അത് ചേർത്ത് ബാസൂറ. നല്ല പേരല്ലേ? ഉസ്താദ് നോക്കിയിട്ട് പറഞ്ഞു, പേര് കേൾക്കാൻ കുഴപ്പമൊന്നുമില്ല, ബാസൂറ മറിയം നല്ല പേരല്ലേ? നല്ല പേരാണ്. മറിയം നല്ല പേരാണ്, പക്ഷെ ബാസൂറ ചേരൂല്ല. എൻ്റെ പൊന്നുസ്താദ് അങ്ങനെയൊന്നും പറയില്ല, ഇത് വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പേരാണ് ബാസൂർ. ഒരു വെറൈറ്റി അല്ല, ആർക്കും ഇല്ലല്ലോ. ഉസ്താദ് പറഞ്ഞു വെറൈറ്റി പേരാണ്, പക്ഷേ അർത്ഥം ഇച്ചിരി മോശമാണ്. അർത്ഥം മോശമായാലും വേണ്ടില്ല, നല്ലൊരു വെറൈറ്റി പേരായാൽ മതി. കാക്ക അങ്ങനെ പോയപ്പോൾ ഉസ്താദ് വിളിച്ചിട്ട് പറഞ്ഞു, ഇനി പടച്ചോൻ എന്നെ പിടിച്ചു നിർത്തരുത്, അർത്ഥം കൂടി പറഞ്ഞു തരാം. ബാസൂറ എന്ന് പറഞ്ഞാൽ മൂലക്കുരു എന്നാ എന്നർത്ഥം. എന്തിനാണ് മറ്റുള്ളവരുടെ മൂലക്കുരു, എടി മൂലക്കുരു എന്ന് വിളിപ്പിക്കണേ? അപ്പം വെറൈറ്റി പേരിടുന്നവരെ അർത്ഥം കൂടി ഒന്ന് നോക്കണം.
നല്ല പേരുകളുണ്ടല്ലോ, ഇഷ്ടംപോലെ പേരുണ്ട്. ഇപ്പോൾ യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും. ഇപ്പോൾ ഒരുപാട് ഉറുദു പേരുകൾ വരുന്നുണ്ട്, നല്ല പേരാണ്. പുഷ്പമെന്നും സുഗന്ധമെന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേരുകളുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു തആല നമ്മുടെ മക്കൾക്കെല്ലാം വലിയ ഖൈറും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. ആ പേരിനും ഒരു മഹത്വമുണ്ട്, ആ പേരിനും ഒരു മഹത്വമുണ്ട്. എന്തെന്നറിയോ മഹത്വം? കേട്ടോളി ഉമ്മമാരെ, കേട്ടോളി ഉപ്പമാരെ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ കാന യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളാകുമ്പോൾ നാദാ മുനാദ്, വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും. അതാ ഒരു മലക്ക് വിളിച്ചു പറയും. എന്താണ് പറയുന്നത്? അലാ ലിയഖും മൻ ഇസ്മുഹു മുഹമ്മദ്, മുഹമ്മദ് എന്ന പേരുള്ള ആളുകളുണ്ടോ, മുഹമ്മദ് എന്ന പേരുള്ള പുരുഷന്മാരുണ്ടോ, അവരൊക്കെ ഒരു സൈഡിലേക്ക് മാറി നിൽക്കണേ, അവരൊക്കെ ഒരു സൈഡിലേക്ക് മാറി നിൽക്കണേ. എന്നിട്ട് മുഹമ്മദ് എന്ന പേരുള്ള ആളുകളൊക്കെ മഹ്ശറിൽ ഒരു സൈഡിലേക്ക് അതാ മാറി നിൽക്കുകയാണ്. മാറി നിന്നിട്ടോ അതാ മലക്ക് വീണ്ടും പറയും, ഫൽയുദ്ഖിലിൽ ജന്ന കറാമത്തിൽ നബിയിഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊക്കെ നിങ്ങളുടെ പേരായി തിരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ നിങ്ങളുടെ വാപ്പമാരും ഉമ്മമാരും നിങ്ങൾക്ക് പേരിട്ടത് മുഹമ്മദ് എന്നാണല്ലോ, മുഹമ്മദ് എന്ന പേരാണല്ലോ നിങ്ങൾക്കിട്ടത്. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹിന്റെ റസൂലിന്റെ പേരാണല്ലോ. ആ പേര് നിങ്ങൾക്ക് ഇടപെട്ട കാരണത്താൽ നിങ്ങളൊക്കെ സ്വർഗത്തിന്റെ അവകാശികളാണെന്ന് പറഞ്ഞിട്ട് അതാ ആ മലക്ക് സ്വർഗത്തിലേക്ക് അവരെ കൊണ്ടുപോകുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീ ഹദീസ് കേട്ടിട്ട് നമ്മുടെ കാർന്നോമാരെ ചീത്ത പറയണ്ട, കാർന്നോമാരെ ചീത്ത പറയണ്ട. നീ മുഹമ്മദ് ഉസ്താദേ, എനിക്ക് 63 വയസ്സായി, എനിക്ക് 50 വയസ്സായി, എനിക്ക് 70 വയസ്സായി, എൻ്റെ പേര് നൗഷാദ് എന്നാണ്, എൻ്റെ പേര് നവാസ് എന്നാണ്, എൻ്റെ പേര് മറ്റേതെങ്കിലുമാണ്, മുഹമ്മദ് എന്നല്ല എൻ്റെ പേര്. അപ്പം ഞങ്ങൾക്കും സ്വർഗമില്ലേ എന്ന് ചോദിക്കുന്ന ഉപ്പമാരുണ്ടാകും. അവരോട് ഞാനൊന്ന് പറയട്ടെ, ഈ ഹദീസ് കേൾക്കുമ്പോൾ ഉമ്മമാർക്കൊരു സംശയമുണ്ടാകും. ഉസ്താദേ, മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ആണിൻ്റെ പേരല്ലേ, ഞങ്ങളൊക്കെ പെണ്ണുങ്ങളല്ലേ, ഞങ്ങൾക്ക് എങ്ങനെയാ മുഹമ്മദ് എന്ന പേര് വരിക? മുഹമ്മദ് എന്ന പേരില്ലാത്തവരെ, മുഹമ്മദ് എന്ന പേരിടാൻ പറ്റാത്ത ഉമ്മമാരെ, നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും മറ്റൊരു ഓഫറുണ്ട്. അള്ളാഹിന്റെ റസൂല് പറയുകയാണ്, ആരാണോ എൻ്റെ പേര് കൂടുതൽ പറയുന്നത് അവരെ ഞാൻ ആഖിറത്തിൽ അവരുടെ കയ്യും പിടിച്ചു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. അതായത് ഒരുപാട് സലാത്തുകൾ പറയണേ, ഒരുപാട് സലാത്തുകൾ പറഞ്ഞാൽ ഈ മുഹമ്മദ് എന്ന പേരുള്ള ആളുകൾക്ക് കിട്ടുന്ന ഓഫർ പോലോത്തത് നമുക്കും കിട്ടുമെന്ന് അള്ളാഹിന്റെ റസൂൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുകയാണ്. മുഹമ്മദുൻ അഷ്റഫുൽ അഅറാബി വൽ അജമി, മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി, മുഹമ്മദുൻ ബാസിതുൽ മഅറൂഫി ജാമിഅതാ, മുഹമ്മദുൻ സാഹിബുൽ ഇഹ്സാനി വൽ കലിമി. അതുകൊണ്ട് നമ്മുടെ മക്കളെ അല്ലാഹു തആല നല്ലവരാക്കണമെങ്കിൽ നല്ല പേര് നമ്മുടെ മക്കൾക്കിടണേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹാത്തുകളാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ വെള്ളം കുടിപ്പിക്കുന്നവരാക്കല്ലേ അല്ലാ, കണ്ണീര് കുടിപ്പിക്കുന്നവരാക്കല്ലേ അല്ലാ, ഞങ്ങളെ വിഷമിപ്പിക്കുന്നവരാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കളെ അല്ലാഹുവേ പടച്ചവരെ മോശപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പോലീസ് പിടിച്ചു എന്ന വാർത്ത കേൾക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഞങ്ങൾക്കോ ഞങ്ങളുടെ മക്കൾക്കോ നീ വരുത്തല്ലേ അല്ലാ. എപ്പോഴും നമ്മൾ ദുആ ചെയ്യണേ. എൻ്റെ ഉമ്മമാരെ, എൻ്റെ ഉപ്പമാരെ, നമ്മളൊക്കെ എത്രയോ വലിയ ഭാഗ്യവാന്മാരാ, നമ്മളൊക്കെ എത്രയോ വലിയ ഭാഗ്യവാന്മാരാ. ഒന്നാമത്തെ ഭാഗ്യമെന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മെ എല്ലാവരെയും മനുഷ്യനാക്കി സൃഷ്ടിച്ചു. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. കണ്ടാൽ അല്ലെങ്കിൽ വന്നാൽ ആട്ടി ഓടിക്കുന്ന പട്ടിയാക്കിയോ അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങളാക്കിയോ പക്ഷിയാക്കിയോ നമ്മളെ മാറ്റിയില്ല. ആര് കണ്ടാലും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു മനുഷ്യനാക്കി നമ്മളെ അള്ളാഹു മാറ്റി. രണ്ടാമത്തെ അനുഗ്രഹം, നമ്മളെ ഒരു മുസ്ലിമാക്കി. അല്ലേ, എത്രയോ വലിയ ആളുകൾക്ക് കിട്ടാത്ത, എത്രയോ കോടീശ്വരന്മാർക്ക് കിട്ടാത്ത, എത്ര വലിയ സ്ഥാനമുള്ളവർക്ക് കിട്ടാത്ത വലിയ അനുഗ്രഹമാണ് അല്ലാഹു നമ്മളെ മുസ്ലിമാക്കി. മൂന്നാമത്തെ ഒരു അനുഗ്രഹം കൂടിയുണ്ട്. അതേതെന്നറിയോ? നമ്മളെ എല്ലാവരെയും അല്ലാഹു തആല നമ്മുടെ നേതാവ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തീങ്ങളാക്കി മാറ്റി.
ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരെല്ലാം അവരൊക്കെ ആഗ്രഹിച്ചിരുന്നു, അല്ലാഹുവേ ഞങ്ങൾക്കൊന്ന് അല്ലെങ്കിൽ എനിക്കൊന്ന് മുത്തുനബിയുടെ അനുയായിയായി ഒരൊറ്റ ദിവസം താമസിക്കാനുള്ള, ഒരൊറ്റ ദിവസം ജീവിക്കാനുള്ള അല്ലാഹുവേ ഒരു അനുഗ്രഹം നീ തന്നിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നുവെന്ന് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരും പറഞ്ഞിട്ടുണ്ട്. അറിയുമോ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം? മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ആരാണ്? സുലൈമാൻ നബി ജിന്നും മിൻസും അടക്കിയൊതുക്കി സുലൈമാൻ നബിയുള്ള ജഗതലപതികൾക്ക് അധിപതിയായി വാഴുമ്പോൾ ഗദ്ഗദ് സ്വരമിൽ ഹുദുഹുദ് ഒരു കഥയോതി തിരുസവിധത്തിൽ അധിപതിയാം പുതുമക്കഥ കേട്ട ജബായല്ലോ. ജിന്നും മിൻസും അടക്കിയൊതുക്കി സുലൈമാൻ നബിയുള്ള ജഗതലപതികൾക്ക് അധിപതിയായി വാഴുമ്പോൾ ഗദ്ഗദ് സ്വരമിൽ ഹുദുഹുദ് ഒരു കഥയോതി തിരുസവിധത്തിൽ അധിപതിയാം പുതുമക്കഥ കേട്ട ജബായല്ലോ. അരുവികൾ പോലും വറ്റി വരണ്ടൊരു യബനില സഭ ഗോത്രത്തിൽ കൈപൊള്ളുന്നൊരു വെൺതരി മണലിൽ മധ്യത്തിൽ അത വന്നപ്പോൾ പലവിധ വർണ്ണ പൂക്കൾ തിങ്ങിയ മധുര മനോഹര തോട്ടത്തിൽ പളപള വെട്ടി തിളങ്ങുന്നുണ്ടൊരു പളുന്തൊലി നീല കൊട്ടാരം. ആ കൊട്ടാരത്തിന് തട്ടുകളെട്ടുണ്ട്, ആ തട്ടുകളെട്ടിലും എട്ടെട്ടറയുണ്ട്. എട്ടെട്ടിലും തൊട്ടിയും പെട്ടിയും കട്ടിയും മേശയും കുറുസുണ്ട്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്ത പ്രവാചകരാണ്. ലോകം മുഴുവനും അടക്കി വാഴാനുള്ള അവസരം ഈ മഹാനായ സുലൈമാൻ നബിക്ക് അള്ളാഹു കൊടുത്തിരുന്നു. ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തു, കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. എപ്പോഴും ലോകം മുഴുവനും കാറ്റിൻ്റെ സഹായത്തിൽ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം സഞ്ചരിക്കുമായിരുന്നു. അള്ളാഹുവേ അങ്ങനെ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് മക്കയിലോ മദീനയിലോ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം എത്തിക്കഴിഞ്ഞാൽ അവിടെ മഹാനവറുകൾ ഇറങ്ങുമായിരുന്നു. എന്നിട്ടോ അവിടെ താമസിക്കുന്ന ഏതാനും ചില ആളുകളായിരിക്കും. ആ ആളുകൾക്കെല്ലാം സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആയിരക്കണക്കിന് നൂറുകണക്കിന് ഒട്ടകങ്ങളെയും ആടുകളെയും ബലിയെറുത്തിട്ട് അതിൻ്റെ മാംസം ഇങ്ങനെ വിതരണം ചെയ്യുമായിരുന്നു. ആ സമയത്ത് കൂടെയുള്ള ആളുകൾ ചോദിക്കുകയാണ്, എന്തിനാണ് സുലൈമാൻ നബിയെ ഇങ്ങനെ ഈ മക്കയിലും മദീനയിലും ഇങ്ങനെ മാംസം വിതരണം ചെയ്യാനുള്ള കാരണം എന്താ? ആ സമയത്ത് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാ, നിങ്ങൾക്കറിയുമോ അതാ നൂറ്റാണ്ടുകൾ കഴിയുമ്പോ, പതിറ്റാണ്ടുകൾ കഴിയുമ്പോ, കൊല്ലങ്ങൾ കഴിയുമ്പോ ഈ മക്കയിലും മദീനയിലും ഒരു പ്രവാചകർ വരാനുണ്ട്. ആ പ്രവാചകരുടെ പേര് മുഹമ്മദ് എന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകരുടെ അനുയായിയാവാൻ, ആ പ്രവാചകരുടെ ഉമ്മത്തിൽ പെടാൻ എനിക്ക് അല്ലാഹു അവസരം നൽകിയിട്ടില്ല. പക്ഷേ ആ റസൂലിൻ്റെ ഉമ്മത്തിൽ പെടാൻ പറ്റാത്ത ഭാഗ്യമുണ്ടല്ലോ. ഞാനിതാ ആ റസൂലിൻ്റെ പേരിൽ മാംസം അറുത്തുകൊടുത്ത് ഞാൻ അതിന് പകരമാവുകയാണെന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. മറ്റു സമുദായങ്ങൾക്ക് കൊടുക്കാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. മുൻകാലങ്ങളിലുണ്ടായിരുന്ന പ്രവാചകന്മാരുടെ ഉമ്മത്തീങ്ങൾക്കുള്ള അവസ്ഥ എന്തെന്നറിയോ? എന്തെങ്കിലും ഒരു പാപം ചെയ്താൽ, തെറ്റ് ചെയ്താൽ ഉടൻ തന്നെ അള്ളാഹു 2 ശിക്ഷ കൊടുക്കും. ഒന്ന്, അവരുടെ കോലം മറിച്ച് കളയും. ഒരു പാപം ചെയ്താൽ പന്നിയുടെ തലയുള്ളവരാക്കി, അല്ലെങ്കിൽ കുരങ്ങിൻ്റെ തലയുള്ളവരാക്കി അല്ലാഹു തആല മുൻകാലങ്ങളിലുണ്ടായിരുന്ന പ്രവാചകന്മാരുടെ സമുദായത്തെ മാറ്റിയിരുന്നു. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സമുദായത്തിലൊക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്തവരെ കുരങ്ങന്മാരും കഴുതകളുമാക്കി എന്ന് ചരിത്രത്തിൽ കാണാം. തീർന്നില്ല, പിന്നെയോ മഹാന്മാരായ മുൻകാലങ്ങളിലുണ്ടായിരുന്ന പ്രവാചകന്മാരുടെ സമുദായത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്താൽ അവനെ അല്ലാഹു തആല ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയും. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ 2 മക്കളുണ്ടല്ലോ, കാബീലും ഹാബീലും. ഈ കാബീൽ ഹാബീലിനെ കൊന്നുകളഞ്ഞല്ലോ. അതാ ആ കൊലയാളിയായ കാബീല് ആ മകനാകുന്ന സഹോദരനാകുന്ന ഹാബീലിനെ കൊന്നതിന് ശേഷം അല്ലാഹു തആല ശിക്ഷ ഇറക്കി. എങ്ങനെയാണ് ശിക്ഷ ഇറക്കിയതെന്നറിയോ? ഈ കൊലയാളിയായ കാബീലിനെ ഭൂമിയിലേക്ക് അല്ലാഹു ആഴ്ത്തി, കാല് മുതൽ വയറ് വരെ ഭൂമിയിൽ ഇങ്ങനെ ആഴ്ന്നു കിടന്നു എന്നാണ്. വർഷങ്ങളോളം
അങ്ങനെ അല്ലാഹു തആല പരീക്ഷിച്ചു. ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പ്രവാചകന്മാർക്ക് അല്ലാഹു കൊടുത്തു. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു, പടച്ചവനെ എൻ്റെ സമുദായത്തിന് ഈ ദുനിയാവിലിട്ട് നീ പരീക്ഷിക്കരുതേ, അവരെ നീ കോലം മറിക്കരുതേ, അവരെ നീ ഭൂമിയിലേക്ക് ആഴ്ത്തി കളയരുത് പടച്ചോനെ, അവരൊക്കെ ഒരുപാട് തെറ്റ് ചെയ്യുന്നവരാണ്, അവർക്ക് നീ മാപ്പ് കൊടുക്കണേ എന്ന് നമ്മുടെ നേതാവ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തതിൻ്റെ ഫലമാണ് ഈ പറയുന്ന ഞാനും ഈ കേൾക്കുന്ന നമ്മളൊക്കെ ഇന്നും ഇവിടെ മനുഷ്യരായി ജീവിക്കാനുള്ള കാരണം. അല്ലെങ്കിൽ ഞാനും നിങ്ങളൊക്കെ എന്നേ തന്നെ ഭൂമിയിലേക്ക് അഴുതുപോയേനെ, എന്നേ തന്നെ നമ്മളൊക്കെ കഴുതകളും നമ്മളൊക്കെ കുരങ്ങന്മാരുമായി മാറിയേനെ. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അത്രമാത്രം അധികരിച്ചതാണ്. അതാണ് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞത്, റബ്ബേ എൻ്റെ ഉമ്മത്തീങ്ങളെ നീ ഒരിക്കലും കോലം മറിക്കരുത് റബ്ബേ, അവരെ നീ അതാ ഭൂമിയിലേക്ക് താഴ്ത്തി കളയരുത് അല്ലാ എന്നല്ലാഹിൻ്റെ റസൂൽ ഒരുപാട് വട്ടം ദുആ ചെയ്തിരുന്നു. നമ്മളോട് എത്രമാത്രം സ്നേഹമായിരുന്നെന്നറിയോ? അള്ളാഹിൻ്റെ റസൂലിന് നമ്മളോട് ഒരുപാട് സ്നേഹമായിരുന്നു. ഒരിക്കൽ അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മദീന പള്ളിയിൽ ളുഹ്ർ നമസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞിരുന്നിട്ട് അതാ സ്വഹാബിമാരോട് പറയുകയാണ്, സ്വഹാബാ, ഞാൻ എൻ്റെ ഉമ്മത്തീങ്ങളെ കാണാൻ കൊതിക്കുകയാണ്, ഞാൻ എൻ്റെ ഉമ്മത്തീങ്ങളെ കാണാൻ വേണ്ടി കൊതിക്കുകയാണ്. ആ സമയത്ത് കൂടെയിരിക്കുന്ന സ്വഹാബാക്കൾ പറയുകയാണ്, നബിയേ ഞങ്ങളല്ലയോ താങ്കളുടെ ഉമ്മത്തീങ്ങൾ. ആ സമയത്ത് അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, സ്വഹാബാ വദിത്തു ലൗ റഅയ്തു അഹ്ബാബി, എൻ്റെ ഉമ്മത്തീങ്ങളിൽ എൻ്റെ ഹബീബന്മാരുണ്ട്, എൻ്റെ കൂട്ടുകാരുണ്ട്, എൻ്റെ സ്നേഹിതന്മാരുണ്ട്. എൻ്റെ സ്നേഹിതന്മാരെ, എൻ്റെ കൂട്ടുകാരെയാണ് ഞാൻ കാണാൻ കൊതിക്കുന്നത്. ഞാൻ ഒരുപാട് കൊതിക്കുകയാണ് അവരെ ഒന്ന് കാണാൻ. ആ സമയത്ത് സ്വഹാബിമാർ ചോദിക്കുകയാണ്, അവനഹ്നു അഹ്ബാബുക യാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങളല്ലയോ താങ്കളുടെ സ്നേഹിതന്മാർ, ഞങ്ങളല്ലയോ താങ്കളുടെ കൂട്ടുകാർ, ഞങ്ങളല്ലയോ നബിയേ താങ്കളുടെ സ്നേഹിതന്മാർ. ആ സമയത്ത് അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, അന്തും സുഹാബി, നിങ്ങൾ എൻ്റെ കൂട്ടുകാരല്ല, നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരല്ല, നിങ്ങൾ എൻ്റെ ഹബീബന്മാരല്ല, നിങ്ങൾ എൻ്റെ സ്വഹാബത്താ, നിങ്ങൾ എൻ്റെ സന്തത സഹചാരികളാ, നിങ്ങൾ എൻ്റെ അനുചരന്മാരാണ്. പക്ഷേ എൻ്റെ കൂട്ടുകാരുണ്ടല്ലോ, എൻ്റെ സ്നേഹിതന്മാരുണ്ടല്ലോ, അവരെ ഞാൻ കണ്ടിട്ടില്ല സ്വഹാബാ, അവരെന്നെയും കണ്ടിട്ടില്ല സ്വഹാബാ. ഈ പരിശുദ്ധമായ മജ്ലിസിൽ വന്നിട്ടുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മളെ പറ്റിയാണ് നൂറ്റാണ്ട് 14 മുമ്പ് മദീന പള്ളിയിലെ ളുഹ്ർ നമസ്കാരത്തിന് ശേഷം അതാ അള്ളാഹിൻ്റെ റസൂൽ പറയുന്നത്, ഓർമ്മിക്കുന്നത്, ഞാൻ എൻ്റെ കൂട്ടുകാരെ കണ്ടിട്ടില്ല, അവരെന്നെയും കണ്ടിട്ടില്ല, പക്ഷേ എൻ്റെ കൂട്ടുകാരെ കാണാൻ ഞാൻ കൊതിക്കുകയാണ് സ്വഹാബാ. നമ്മളെ കാണാൻ അള്ളാഹിൻ്റെ റസൂൽ കൊതിച്ചിരുന്നു, ഒരുപാട് കൊതിച്ചിരുന്നു. റഹ്മത്തുല്ലാലമീനായി ദൂതര് സനം കൊടുത്തിടമുണ്ട്, ദിനം തന്നിലുമയണ്ട് മാതാമി എന്തോതെ പോതില്ലറിന്തോതെ ചിത്തിര മുത്ത് മുഖത്തൊളികത്തുല്ല സലാമിയ ബിണ്ട് ഈശലൂമിയ വന്ന് എടുത്ത മുലപ്പല് കൊടുത്ത് ഹലിമാബി ഒഴികെ രണ്ടാ. അള്ളാഹിൻ്റെ റസൂലിൻ്റെ പുണ്യമാക്കപ്പെട്ട മധുഹുകൾ പറഞ്ഞിട്ടുള്ള ഈ സദസ്സിൽ ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രഭാഷണം ഞാൻ നിർത്താൻ പോവുകയാ. അറിയുമോ എൻ്റെ മുഅ്മിനീങ്ങളെ, ഒരൊറ്റ ഹദീസ് കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാ. ഒരിക്കൽ മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയുടെ മടിയിൽ ഇങ്ങനെ തല വെച്ച് കിടക്കുകയാണ്. ആ സമയത്ത് ആയിഷ ബീവി ചോദിക്കുകയാണ്, നബിയേ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ? ആ സമയത്ത് ആയിഷ ബീവിക്ക് വേണ്ടി അല്ലാഹുവിൻ്റെ റസൂൽ ദുആ രക്കുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ, അല്ലാഹുവേ എൻ്റെ ഭാര്യയാകുന്ന ആയിഷക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, ആയിഷക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. വീണ്ടും ആയിഷ ബീവി ചോദിക്കുകയാണ്, നബിയേ ഈ ലോകത്ത് വെച്ച് താങ്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആരെയാണ് നബിയേ, ആരെയാണ് നബിയേ? ആ സമയത്ത് അല്ലാഹുവിൻ്റെ റസൂൽ
റസൂല് പറയുകയാണ്, ആയിഷ നിന്നെ തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. ആരാണ് ആയിഷ ബീവി? അബൂബക്കർ സിദ്ദീഖിൻ ആരംഭ പൊന്നുമോളെ ആറ്റൽ നബിയാരെ അരിമുല്ല ബീവിയാളെ ആയിഷ ബിയെന്ന ആദര മഹദിയാളെ അഖിലം സ്തുതി പാടും അഴകുറ്റ തരുണിയാളെ അബൂബക്കർ സിദ്ദീഖിൻ ആരംഭ പൊന്നുമോളെ ആറ്റൽ നബിയാരെ അരിമുല്ല ബീവിയാളെ ആയിഷ ബിയെന്ന ആദര മഹദിയാളെ അഖിലം സ്തുതി പാടും അഴകുറ്റ തരുണിയാളെ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് നബി തങ്ങൾ ചോദിക്കുകയാണ്, മോളെ ആയിഷ, നിനക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്തപ്പോ നിനക്ക് സന്തോഷമായോ? ആ സമയത്ത് ആയിഷ ബീവി പറയുന്നു, നബിയേ എനിക്ക് വളരെയധികം സന്തോഷമായി. ആ സമയത്ത് അല്ലാഹുവിൻ്റെ ഹബീബ് പറയുന്നു, എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മ നമ്മെ പറ്റിയാണ് അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത്. എങ്കിൽ ആയിഷ നീ ഒന്ന് കേൾക്കണേ. എൻ്റെ എല്ലാ വഖത്ത് നമസ്കാരങ്ങൾക്ക് ശേഷവും ഞാൻ ദുആ ചെയ്യുന്ന ഒരു ദുആയുണ്ട്. ഏതാണ് ആ ദുആ എന്നറിയോ? അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മത്തി, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മത്തി. അല്ലാഹുവേ എൻ്റെ സമുദായത്തിന് നീ പുറത്തു കൊടുക്കണേ അല്ലാ. 2023 നമ്മളൊക്കെ ജീവിക്കുമ്പോൾ നമ്മളൊക്കെ ചെയ്തു പോകുന്ന തെറ്റുകൾ, നമ്മൾ ചെയ്ത തെറ്റുകൾ നമ്മൾ അല്ലാഹുവിലേക്ക് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യുന്നതിന് മുമ്പ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മൾ ചെയ്യാൻ സാധ്യതയുള്ള തെറ്റുകൾ ഏറ്റുപറഞ്ഞിട്ട് അല്ലാഹുവിനോട് നമുക്ക് വേണ്ടി പാപം പൊറുക്കലിനെ തേടിയ നമ്മുടെ നേതാവ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ ഹബീബ് ആയിഷ ബീവിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, ആയിഷ നാളെ ഖിയാമത്ത് നാളിൽ എല്ലാവരും ഇങ്ങനെ കടന്നു വരും. എല്ലാ മനുഷ്യരെയും വിചാരണയ്ക്ക് വേണ്ടി അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടുന്ന ഒരു സന്ദർഭമുണ്ട്. ആരും ആരെയും തിരിഞ്ഞു നോക്കാത്ത ദിവസമാണല്ലോ മഹ്ശറ. ഉദാകെ റൂബറോജ് സിദിൻ ഖിയാമത്ത് കാ വഫാ ഹോഗാ, ഉസീ ദിൻ ബാപ്പ് ബേटे का न बेटा बाप का होगा. ആരും ആരെയും തിരിഞ്ഞു നോക്കാത്ത ദിവസമാണ് മഹ്ശറ. ഒരു ഉമ്മയും മക്കളെ തിരിഞ്ഞു നോക്കില്ല, ഒരു ഭാര്യയും ഭർത്താവിനെ തിരിഞ്ഞു നോക്കില്ല, സഹോദരി സഹോദരന്മാർ പരസ്പരം, അതുപോലെ തന്നെ കാമുകന്മാരും, അതുപോലെ തന്നെ ഓരോ പ്രവാചകന്മാർ അവരുടെ അനുയായികളെ പോലും തിരിഞ്ഞു നോക്കാത്ത സന്ദർഭമാണ് മഹ്ശറ. ആ മഹ്ശറയിൽ കടന്നു വരുമ്പോ ഓരോ പ്രവാചകന്മാർ പറയുന്ന ഒരു വാക്കുണ്ട്, അൽ യൗമ അസ്അലുക ഇല്ലാ നഫ്സി. പടച്ചോനെ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള 1,00,000-ൽ പരം വരുന്ന പ്രവാചകന്മാരുണ്ടല്ലോ. ആ പ്രവാചകന്മാരെല്ലാവരും അതാ നെഞ്ചത്ത് കൈവച്ചിട്ട് പറയും, റബ്ബേ എന്റെ അവസ്ഥ എന്തെന്നറിയില്ല, ഇന്ന് ഞാൻ രക്ഷപ്പെടുമോ, ഇന്ന് ഞാൻ സ്വർഗത്തിലാണോ, ഇന്ന് ഞാൻ അള്ളാഹുവിന്റെ ദേഷ്യത്തിലാണോ എന്ന് ഓരോ പ്രവാചകന്മാര് പോലും പ്രശ്നത്തിലും പ്രതിസന്ധിയിലും അകപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടല്ലോ. ആ സമയത്ത് കടന്നു വരികയാണ് നമ്മുടെ കരളിന്റെ കരളായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നഹ്വ തുജ്സ ഹസീം तेरी कसम तेरे बाद हुस्नी ने पाया नहाए कहशम तेरे बाद. അല്ലാഹുവിന്റെ റസൂൽ കടന്നു വന്നിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്, അൽ യൗമ ലാ അസ്അലുക നഫ്സി ഷൈആ വലാ ബിന്തി ഫാത്തിമ വലാകിൻ ഉമ്മത്തി ഉമ്മത്തി. അല്ലാഹുവേ ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ കാര്യം നോക്കുന്നില്ല, എൻ്റെ പൊന്നുമോളാകുന്ന ഫാത്തിമയുടെ കാര്യം ഞാൻ നോക്കുന്നില്ല. ഞാൻ ഇന്ന് ശ്രദ്ധിക്കുന്നത് എൻ്റെ ഉമ്മത്തീങ്ങളുടെ കാര്യമാ. ഈ പാപങ്ങൾ ചെയ്തു കൂട്ടുന്ന നമ്മുടെ കാര്യമാണ്. സ്വന്തം ജീവനേക്കാൾ
കൂടുതലായി ആഖിറത്തിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ പരിഗണിക്കുന്നതെങ്കിൽ എൻ്റെ ഉമ്മമാരെ ആ റസൂലിന്റെ ശഫാഅത്ത് നമുക്ക് വേണോ? ആ അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളയുണ്ടല്ലോ, ആ പുണ്യമായ റൗള നമുക്ക് സിയാറത്ത് ചെയ്യാനുള്ള അവസരം വേണോ? എന്താ ചെയ്യേണ്ടത്? മുത്തുനബിയുടെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ പറയണേ, ഒരുപാട് സ്വലാത്തുകൾ പറയണേ. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് 4 മലക്കുകൾ കടന്നു വരികയാ. 4 മലക്കുകൾ കടന്നു വന്നിട്ട് അതാ പുന്നാര നബി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്. കടന്നു വരുന്ന ഒന്നാമത്തെയാള് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമ. ആയേ സദായ ജിബ്രീൽ തേരെ മഖാം ഹേ ലിയേ അഹ്ലേ ഫിറാഖ് കേ ലിയേ ഐശേ ദവാം ഹേ ഹി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമ കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിരുന്നിട്ട് പറയുകയാണ്, നബിയേ, മൻ സ്വല്ലാ അലൈക അശറതൻ മൻ സ്വല്ലാ അലൈക അശറതൻ സ്വബാഹൻ വഅശറതൻ മസാ. ഒരു മനുഷ്യൻ രാവിലെയും വൈകുന്നേരവും 10 വീതം സ്വലാത്തുകൾ താങ്കളുടെ പേരിൽ ചൊല്ലിക്കഴിഞ്ഞാൽ അവനിക്ക് ഞാൻ കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ നബിയേ? ആഖിറത്തിൽ ആ മനുഷ്യൻ കടന്നു വരുമ്പോ ഖതഫ്തുഹു അല സിറാത്തി അൽബർക, അവന്റെ കയ്യും പിടിച്ചിട്ട് മിന്നലിന്റെ വേഗത്തിൽ ഞാൻ അവനെ സ്വർഗ്ഗത്തിലേക്ക് കടത്തിക്കൊണ്ടുപോകും നബിയേ എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാ. രണ്ടാമതായി കടന്നു വന്നത് മഹാനായ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമ. അസ്രായീൽ വന്നിട്ട് പറയുന്നു, നബിയേ, ഏതെങ്കിലും ഒരു മനുഷ്യൻ രാവിലെയും വൈകുന്നേരവും 10 പ്രാവശ്യം വീതം താങ്കൾക്ക് സ്വലാത്ത് ചൊല്ലിയാൽ പുണ്യ നബിയേ, അവനിക്ക് ഞാൻ കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? അഖത്തു റൂഹഹു കമാ തഅഖുദു ശഅറതു മിനൽ അജീൽ. അവന്റെ റൂഹിനെ ഞാൻ പിടിക്കുന്ന സമയത്ത് വെണ്ണയിൽ നിന്നും നൂല് വലിച്ചെടുക്കുന്ന വലിയ ലാഘവത്തോടെയായിരിക്കും, വലിയ എളുപ്പത്തോടെയായിരിക്കും, വേദനയില്ലാതെയാണ് അവന്റെ റൂഹിനെ ഞാൻ പിടിക്കുന്നതെന്ന് മഹാനായ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാ. അതാ മൂന്നാമതായി വരുന്നത് മഹാനായ മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമ. മീകായിൽ വന്നിട്ട് പറയുന്നു, നബിയേ, താങ്കളുടെ ഉമ്മത്തീങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു മനുഷ്യൻ രാവിലെയും വൈകുന്നേരവും 10 വീതം സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഞാൻ കടന്നു ചെന്നിട്ട് അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഞാൻ കടന്നു ചെന്നിട്ട് അതാ ഒരു പാനീയം ഞാൻ കൊണ്ടുവരും, ഒരു പാനീയം ഞാൻ കൊണ്ടുവരും. ആ പാനീയം ഞാൻ അവനെ കുടിപ്പിക്കും നബിയേ. ആഖിറത്തിൽ വെച്ച് അവനെ ഞാൻ കുടിപ്പിക്കും നബിയേ. ആ പാനീയം, ആ ജലം കുടിച്ചു കഴിഞ്ഞാൽ, ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനിക്ക് ജീവിതത്തിൽ ഒരിക്കലും ദാഹം ഉണ്ടാവില്ല നബിയേ. നാലാമതായി കടന്നു വന്നത് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമ. ഇസ്രാഫീൽ എന്ന മലക്ക് കടന്നു വന്നിട്ട് പറയുകയാണ്, നബിയേ, ഒരു മനുഷ്യൻ രാവിലെയും വൈകുന്നേരവും 10 വീതം സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവനിക്ക് ഞാൻ കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? നബിയേ, ആഖിറത്തിൽ ആ മനുഷ്യൻ കടന്നു വരുമ്പോ സൂര്യൻ ഒരു ചാണ മുകളിൽ കത്തിജ്വലിക്കുന്ന സമയത്ത് അവന്റെ മോചനത്തിന് വേണ്ടി ഞാൻ അല്ലാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് പോയിട്ട് സുജൂദ് ചെയ്തിട്ട് അവനിക്ക് വേണ്ടി പാപമോചനം തേടും നബിയേ എന്ന് ഈ മലക്ക് വന്ന് പറയുകയാണ്. അതുകൊണ്ട് എന്റെ ഉമ്മമാരെ, എന്റെ ഉപ്പമാരെ, പരിശുദ്ധമായ ഈ മജ്ലിസിൽ വന്നിരുന്നിട്ട് നമ്മൾ എഴുന്നേറ്റ് പോകുമ്പോ എന്തെങ്കിലും ഒരു കൂടെ നമ്മൾ കൊണ്ടുപോകേണ്ട ഒരു കാര്യമുണ്ട് എങ്കിൽ അത് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിലുള്ള സ്വലാത്താണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയേ, അങ്ങേക്ക് സലാം. ആമിന ബീവിയുടെ മുത്തുമോനെ, അങ്ങേക്ക് സലാം. മക്കയുടെ രാജാവേ, അങ്ങേക്ക് സലാം. മദീനയുടെ രാജകുമാരനെ, അങ്ങേക്ക് സലാം. ലോകത്തിന്റെ വഴികാട്ടിയേ, അങ്ങേക്ക് സലാം. ഖദീജ ബീവിയുടെ പ്രിയ പിതമകനെ, പ്രിയ പ്രിയതമനെ, അങ്ങേക്ക് സലാം. ജിബ്രീലിന്റെ സതീർത്ഥനെ, അങ്ങേക്ക് സലാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.